ഹലോ വെൽക്കം ടു ഫ്രം യൂട്യൂബ് ചാനൽ. സാങ്കേതികവിദ്യയുടെ കുതിച്ചുചാട്ടം മൂലം ഇന്ന് മെഡിക്കൽ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഉള്ളിലെ രോഗം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു യന്ത്രവും കടത്താതെ നിങ്ങളെ തൊടാതെ തന്നെ കണ്ടെത്താനാകും. MRI എന്ന ഈ ടെക്നോളജിയുടെ കണ്ടുപിടുത്തം ആരോഗ്യ മേഖലയെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അസുഖം മാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മിക്ക മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ഈ സാങ്കേതികവിദ്യയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വീഡിയോയിലൂടെ MRI സ്കാനിങ്ങിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. MRI ചെയ്താൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുമോ? നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ MRI സ്കാൻ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും MRI ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നും കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഫൈറ്റ്സ് എക്സ്പ്രസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ഭാഗമാകാനും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് അറിയാനാണ് MRI ഉപയോഗിക്കുന്നത്. MRI എന്ന വാക്ക് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ടെക്നോളജിയുടെ വരവോടുകൂടി ആരോഗ്യരംഗത്ത് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. ഈ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മാഗ്നറ്റിക് ഷീൽഡ് ഉപയോഗിച്ചാണ് അസുഖത്തെപ്പറ്റി അറിയുന്നതെന്നല്ലേ? ഒരാളെ MRI സ്കാൻ ചെയ്യുമ്പോൾ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളുടെയും ചിത്രങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അയാളുടെ അസുഖങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. മുഴുവനായും മാഗ്നറ്റിക് നിർമ്മിതമായതിനാൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടോൺ കൂടിച്ചേരുന്നു. ഈ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ 70% ജലമാണ്. ജലത്തിന്റെ ശാസ്ത്രീയ നാമം H2O ആണ്. നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഇവിടെ പ്രോട്ടോണും ഉണ്ടാകും. ശരീരത്തിലെ അസുഖത്തിന്റെ പൂർണ്ണരൂപം ലഭിക്കാൻ വേണ്ടി ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് അവർ തരുന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. വാച്ച്, നെക്ലേസ്, ബ്രേസ്ലെറ്റ്, കമ്മൽ മുതലായ മെറ്റൽ വസ്തുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം സ്കാനിങ്ങിന് മുമ്പ് നമ്മൾ മാറ്റണം. കാരണം ഒരു MRI സ്കാനറിൽ 2 ശക്തമായിട്ടുള്ള മാഗ്നറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഉപകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവയാണ്. മനുഷ്യ ശരീരം പ്രധാനമായിട്ടും ജല തന്മാത്രകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അവ ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയതാണെന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ഓരോ ആറ്റത്തിന്റെയും മധ്യഭാഗത്ത് പ്രോട്ടോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ കണികയുണ്ട്. അത് ഒരു കാന്തികമായി പ്രവർത്തിക്കുകയും ഏത് മാഗ്നറ്റിക് ഷീൽഡിനോടും സെൻസിറ്റീവുമാണ്. സാധാരണ മനുഷ്യ ശരീരത്തിലെ ജല തന്മാത്രകൾ ക്രമരഹിതമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ MRI സ്കാനറിൽ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ കാന്തം ജല തന്മാത്രകളെ വടക്കോ തെക്കോട്ടോ ഏതെങ്കിലും ഒരു ദിശയിൽ അണിനിരത്തും. MRI ചെയ്യുമ്പോൾ ശക്തമായ മാഗ്നറ്റിക് ഷീൽഡ് ഉണ്ടാവുകയും ശരീരത്തിലെ അവയവങ്ങളുടെ ചിത്രം വളരെയധികം വ്യക്തമായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ മെറ്റൽ വസ്തുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തും. MRI ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ വെപ്പ് പല്ലുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രത്യേക മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ഡോക്ടറോട് പ്രത്യേകിച്ച് പറയണം. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ വെടിയുണ്ടകളോ അല്ലെങ്കിൽ മറ്റ് ലോക വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ MRI നടത്താൻ കഴിയില്ല. കോഗ്ലിയർ ഇംപ്ലാന്റ്സ്, അനേസിയം ക്ലിപ്സ്, പേസ് മേക്കേഴ്സ് എന്നിവ പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ഇതിൽ പെടുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ നിന്നും സ്ത്രീകൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഗർഭിണിയാണെങ്കിൽ ആ വിവരം സ്കാനിങ്ങിന് മുമ്പ് ഡോക്ടറോട് ഉറപ്പായിട്ടും പറയണം. ഡോക്ടറിന്റെ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. MRI സ്കാൻ ചെയ്യുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല. എന്നാൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കാൻ ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും. എക്സ്റേക്ക് പകരം എന്തിനാണ് MRI ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ? അതിന്റെ കാരണം MRI സ്കാനിങ്ങിലൂടെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സ്കാനറിന്റെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ അറിയാതിരിക്കാനായി ഇയർ പ്ലഗുകളോ ഹെഡ്ഫോണുകളോ നൽകും. അപ്പോൾ പുറത്തുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കില്ലല്ലോ. ചിലർക്ക് അടച്ചിട്ടിരിക്കുന്ന ഇടങ്ങൾ പേടിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠയോ പരിഭ്രാന്തിയോ ഒക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഡോക്ടറോട് അത് തീർച്ചയായിട്ടും പറയണം. സ്കാനിങ് കൂടുതൽ സുഖകരമാക്കാൻ വേണ്ടി അവർക്ക് MRIക്ക് മുമ്പ് ആവശ്യമായ മരുന്നുകളൊക്കെ നൽകും. റേഡിയോളജിസ്റ്റ്, മെഡിക്കൽ ഇമേജുകളിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർ MRI സ്കാനിംഗ് പ്രക്രിയയുടെ നടപടിക്രമത്തെക്കുറിച്ച് രോഗികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നൽകും. രോഗി സ്കാനിംഗ് റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അവരെ സ്കാനർ ടേബിളിൽ കിടത്താൻ സഹായിക്കും. പുതപ്പുകളോ തലയിണകളോ ഒക്കെ നൽകിക്കൊണ്ട് അവർ കഴിയുന്നത്ര കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ അനങ്ങാതെ കിടക്കണം. സാധാരണയായിട്ട് നമ്മൾ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ അനങ്ങിയാൽ ഫോട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുപോലെയാണ് MRI ചെയ്യുമ്പോഴുള്ള ഏതൊരു ചലനവും ചിത്രങ്ങളെ തടസ്സപ്പെടുത്തും. സ്കാനറിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ വരും. ഇത് തികച്ചും സാധാരണമാണ്. MRI സ്കാൻ കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയാണ്. 30 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ സമയമെടുക്കും. ഭയം കാരണം ചില ആളുകൾക്ക് തലകറക്കം, ശ്വാസം മുട്ടൽ,
ക്ലോസ്ട്രോഫോബിയ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അടച്ചിട്ട സ്ഥലങ്ങൾ ഭയമുള്ളവർക്കുണ്ടാകുന്ന അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ. ഇതുമൂലം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. സ്കാനിങ്ങിനിടയിൽ രോഗിക്ക് അസ്വസ്ഥത തോന്നിയാൽ അവർക്ക് ഇന്റർകോം വഴി MRI ടെക്നീഷ്യനുമായിട്ട് സംസാരിക്കുകയും സ്കാൻ നിർത്താൻ പറയുകയും ചെയ്യാം. ശരീരത്തിൽ ടാറ്റു ചെയ്യുന്ന ശീലം ചിലർക്കുണ്ട്. ടാറ്റു നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ MRI ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് ആ കാര്യം അറിയിച്ചിരിക്കണം. MRI ചെയ്യുന്ന സമയത്ത് ടാറ്റു ചെയ്തിരിക്കുന്ന ഒരു കായിക താരത്തിന് പൊള്ളലേറ്റതുപോലുള്ള പരിക്ക് അനുഭവപ്പെട്ടതായിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ടാറ്റു ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അത് ഡോക്ടറിനോട് പറയണം. നേരത്തെ പറഞ്ഞതുപോലെ MRI ഇരിക്കുന്ന റൂമിൽ മെറ്റൽ കൊണ്ടുള്ള ഒരു വസ്തുക്കളും അകത്തേക്ക് കടത്താൻ അനുവദിക്കില്ല. MRI സ്കാനിങ്ങിന് ശേഷം റേഡിയോളജിസ്റ്റ് ചിത്രങ്ങൾ പരിശോധിച്ച ശേഷം കൂടുതൽ ചിത്രങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നോക്കും. നിലവിൽ കിട്ടിയ ചിത്രങ്ങളിൽ റേഡിയോളജിസ്റ്റ് സംതൃപ്തനാണെങ്കിൽ രോഗിക്ക് അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം. എന്നാൽ ആദ്യത്തെ MRI സ്കാനിന് ശേഷം റേഡിയോളജിസ്റ്റിന് ചിത്രങ്ങൾ വേണ്ടത്ര വ്യക്തമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ രണ്ടാമത്തെ സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടും. MRI വന്നത് കാരണം ഡോക്ടർമാർക്ക് അസുഖങ്ങളെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അസുഖത്തെക്കുറിച്ചുള്ള വിവരം ഡോക്ടർക്ക് അറിയാൻ MRI ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ചെയ്യണമെന്നില്ല. തലയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണെങ്കിലും മാത്രം MRI ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് ട്യൂമർ, തലവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുള്ളവർക്കാണ് MRI കൂടുതലായിട്ട് ചെയ്യുന്നത്. MRI കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ കാണുമല്ലേ? ഇത് ചെയ്താൽ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്നൊക്കെ? MRI സ്കാൻ ചെയ്യുന്നത് മൂലം ജീവന് ഒരു ആപത്തും വരില്ല. ഇതൊരു മാഗ്നറ്റിക് ഫീഡുള്ള മെഷീനാണ്. അകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലുള്ള മാഗ്നറ്റിക് ഉപകരണങ്ങൾ മാറ്റണം. MRI സ്കാൻ ചെയ്യുമ്പോൾ ഉണ്ടാകാറുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥയെയും മനോധൈര്യവും പോലെ ഇരിക്കും. എന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ രോഗിക്ക് നേരിടേണ്ടി വരില്ല. കോൺട്രാസ്റ്റ് മെറ്റീരിയൽസിനോടുള്ള അലർജിയും രോഗികൾക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കണ്ണുകൾക്ക് ചൊറിച്ചിലുണ്ടാകുക എന്ന അവസ്ഥയാണിത്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റും. ചൈനയിലെ പട്ടണത്തിൽ കൊറോണ വൈറസിന്റെ വ്യാപനം കാരണം ജനങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടായി. ജനങ്ങൾ അത് ന്യൂറോളജി പ്രശ്നമാണെന്ന് കരുതി. എന്നാൽ ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് അറിയാൻ പല പരീക്ഷണങ്ങളും നടത്തി. അവർക്ക് എന്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കൊറോണ വൈറസ് ബാധിച്ചവർക്ക് നീണ്ടു നിൽക്കുന്ന തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി കൊറോണ വൈറസ് അവരുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നുവെന്ന്. അത് തലച്ചോറിനെ എത്രമാത്രം ബാധിച്ചു എന്നറിയാൻ MRI ചെയ്യേണ്ടി വന്നു. 1977 ജൂലൈ 3 ആദ്യമായിട്ട് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി MRI സ്കാൻ ഉപയോഗിച്ചത്. MRI ഉപയോഗിക്കുന്നത് മൂലം സോഫ്റ്റ് ട്യൂമർ, ഡെമൻഷ്യ, മൈഗ്രെയിൻ, സ്ട്രോക്ക്, ജനറ്റിക് ഡിസോർഡർ, ആർട്ടീരിയൽ സ്ട്രോക്ക് തുടങ്ങിയ ശരീരത്തിന്റെ ഏത് ഭാഗത്തുള്ള അസുഖങ്ങളെയും കണ്ടുപിടിക്കാൻ കഴിയും. മിക്കവർക്കും ഉള്ള ഒരു സംശയമാണ് CT സ്കാനും MRI സ്കാനും ഒരുപോലെയാണോ എന്ന്. എല്ലുകളുടെയും നാഡികളുടെയും അവയവങ്ങളുടെയും എല്ലാം വിശദമായ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്ന രണ്ട് വ്യത്യസ്ത മെഡിക്കൽ ഇമേജിംഗ് രീതികളാണ് മെഡിക്കൽ ഇമേജിംഗ് മെത്തേഡ്സ് അഥവാ CT സ്കാനും MRI സ്കാനും. രണ്ട് തരത്തിലുള്ള സ്കാനിങ്ങുകൾക്കും ഒരേപോലെയുള്ള ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അവ വ്യത്യസ്ത രീതികളിലാണ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. CT സ്കാൻ എക്സ്റേ ഉപയോഗിക്കുമ്പോൾ MRI സ്കാൻ ശക്തമായ കാന്തിക മണ്ഡലങ്ങളും റേഡിയോ തരംഗങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല CT സ്കാനുകൾ സാധാരണവും ചെലവ് കുറഞ്ഞതുമാണ്. എന്നാൽ MRI സ്കാനുകൾ കൂടുതൽ വിശദമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. മുഴകൾ, അസ്ഥി ഒടിവുകൾ, ആന്തരിക രക്തസ്രാവം, ക്യാൻസർ ഡെവലപ്മെന്റ്, ചികിത്സയ്ക്കുള്ള പ്രതികരണവും ഒക്കെ അറിയാനാണ് CT സ്കാൻ പൊതുവായിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ആങ്കിൾസ്, ബ്രസ്റ്റ്, ബ്രെയിൻ, ഹാർട്ട്, ജോയിൻസ്, വ്രിസ്റ്റ്, ബ്ലഡ് വെസൽസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിർണ്ണയിക്കാനാണ് ഡോക്ടർമാർ സാധാരണയായിട്ട് MRI സ്കാനുകൾ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ രണ്ടിനെയും കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കാണുമല്ലോ. MRI സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ ചെറിയ തയ്യാറെടുപ്പുകൾ എടുത്താൽ മതി. ഹോസ്പിറ്റലിൽ എത്തിയാൽ ഡോക്ടർ ഗൗൺ ധരിക്കണം. ശരീരത്തിലെ വസ്തുക്കൾ മാറ്റണം. ആഭരണങ്ങൾ മാറ്റണം. മെറ്റൽ കൊണ്ടുള്ള വസ്തുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ റിസൾട്ടിലും വ്യത്യാസം സംഭവിക്കും. അതുകൊണ്ടാണ് മെറ്റൽ കൊണ്ടുള്ള വസ്തുക്കൾ ധരിക്കരുത് എന്ന് പറയുന്നത്. MRI കുറിച്ച് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും FMDവിനോട് ചോദിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.